ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോവിന്ദ് സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട വീഡിയോയാണ് ചെയ്യുന്നത്. ഗോവിന്ദ് സ്വാമിയുടെ മരണത്തിൽ ഇനിയും ദുരൂഹത കൊണ്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. വർഷങ്ങളായിട്ട് കിടപ്പിലായിരുന്ന ഗോവിന്ദ് സ്വാമി എങ്ങനെ സമാധിയിൽ എത്തി? അടുത്ത അയൽവീട്ടിലെ ചേട്ടൻ 24-നോട് പറയുന്നത് ഒന്ന് കേൾക്കാം. യേശുദാസ് കൂടി ചേരുന്നുണ്ട്. യേശുദാസ് അയൽക്കാരനാണ്. ഈ പരാതിപ്പെട്ടിൽ മാസ് പെറ്റീഷൻ എങ്ങനെ മരിച്ചു എന്നതിൽ മാത്രമല്ല ഇനി വ്യക്തത വരേണ്ടതുള്ളൂ. പറഞ്ഞോട്ടാ 35 വർഷം കൊണ്ട് പരിചയമുള്ള ആളാണ് ഈ ഗോവൻ ചേട്ടൻ എന്ന് പറഞ്ഞ ഗോവൻ മണി എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ. 35 വർഷത്തേക്ക് മുമ്പേ അങ്ങേക്ക് വേറൊരു പേരുണ്ടായിരുന്നു, കിഷൻ എന്നാണ് ഒരു പേര്. ഒരു പ്ലാവള വഴിമുക്ക് പ്ലാവളയിലുള്ള താമസിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അവിടെ ഒരു അടിയൊക്കെ നടത്തി 7 പേരിൽ ഒരു പെൺ സ്ത്രീ വരെ വെട്ടിയിട്ട് അവിടെ നിന്ന് വന്ന് ആറാലുമുട്ടി ഒന്ന് അവിടെ നിന്ന് പേര് മാറി ഗോവൻ മണി എന്ന് പറഞ്ഞാണ് ആറാലുമുടി യൂണിയനിൽ ജോലി കയറിയത്. അവിടെ ആറാലുമുടി വസ്തു വാങ്ങിച്ച് വീട് വെച്ച് അവിടെ താമസിച്ച് ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ അങ്ങനെ മൂത്തമ്മായി സുഖല ഒരു സൈഡ് സ്തംഭിച്ച് പോയി മരിച്ചു. അവിടെ അടക്കം കഴിഞ്ഞു. അത് കല്ലറ കെട്ടി അവിടെ ഭസ്മവും കൂളത്തലയും പൂവും വെച്ചാണ് അടക്കിയതും. അതിൻ്റെ കൂടെ കല്ലറ ചെയ്യണടുത്ത് കൂടെ നിന്ന് തീരുന്നവരെ രാത്രിയാണ് അത് അടക്കമായത്. ഒരു 9 മണിയായപ്പോഴാണ് അടക്കം കഴിഞ്ഞാൽ അതിന് കൂടെ ഉണ്ടായിരുന്നവനാണ് ഞാൻ, ഒരു വ്യക്തിയാണ്. അതെല്ലാം കഴിഞ്ഞ് ആ കല്ലറ എല്ലാം കഴിഞ്ഞ് അവിടെ വീട് വെച്ചു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ യൂണിയനിൽ പോയി. 1992 ആറാലുമൂട് ഒരു അടി നടന്നതിൽ 16 ദിവസം ജയിലിൽ ഈ ഗോവൻ ചേട്ടൻ കിടന്നിട്ടുണ്ട്. അന്ന് BMS-ലായിരുന്നു. അന്ന് മുസ്ലിം ഇവരായിട്ടുള്ള പ്രശ്നത്തിലിരുന്നു. ആ അടികളെല്ലാം കഴിഞ്ഞ് 16 ദിവസം ജയിലിൽ കിടന്നിട്ടൊക്കെ ജാമ്യത്തിൽ ഇറങ്ങി വന്ന ആളാണ്. അത് 2000 ആയതിനു ശേഷം അവിടെ അങ്ങനെ ഒരു സംഭവമില്ല. ഹിന്ദു മുസ്ലിം എന്ന ഉള്ള ചിന്തയല്ല അവിടെ. ഹിന്ദുവായാലും മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായിരുന്ന ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞുള്ള ആ ചിന്തയല്ല. ഒറ്റ മക്കളെപ്പോലെ ജീവിക്കുന്നതാണ്. ഇത് ഇപ്പോഴും 9-ാം തീയതി നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ 9-ാം തീയതി 11 മണിക്ക് ഗോവിന്ദസ്വാമി സമാധി ഇരുന്ന് രാത്രി 3 മണി വരെ നടത്തിയെന്ന് പറഞ്ഞു. 1 വർഷം കൊണ്ട് ഒരു കിടക്കുന്ന രോഗി എങ്ങനെ സമാധി ചെന്നിരുന്നു? സമാധി കെട്ടണമെങ്കിൽ ഒരു 4 അടി വീതി 4 അടി താഴ്ചയിൽ കെട്ടി അവിടെ ഇരുത്തി അതെല്ലാം റെഡിയാക്കി എടുത്ത് മുകളിൽ സ്ലാബ് ഉണ്ടാക്കി എല്ലാം വച്ചിട്ടാണ് സമാധി പോയിരിക്കുന്നത്. ഇത് സമാധി അല്ല. ഇത് ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ എനിക്കും കൂടി അറിയുന്നതാണ്. ഞാനും കൂടി ആ കാശ് കൊടുത്തിട്ടുണ്ട് ക്ഷേത്രത്തിൽ പണിയാൻ കരുതി. ആ ക്ഷേത്രത്തിൻ്റെ നാഗരിക്ക് കൊടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഇപ്പം സമാധി എന്ന് പറഞ്ഞിരുന്നത് നാഗരിക്ക് ഇരിക്കാൻ വെച്ച സ്ഥലമില്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത് ഫോറസ്റ്റിൽ ജോലിയുള്ള ബാലേന്ദ്രൻ സാറാണ് 1 സെൻറ്റ് സ്ഥലം കൊടുത്ത് നാഗരിക്ക് വച്ചിരിക്കുന്നത്. ഇവിടെ അതല്ല ഇവർ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ രാജസേനം പറയണമെന്ന് പറഞ്ഞാൽ അച്ഛൻ 2 കരിക്ക് ജപിച്ച് കുടിച്ചു വന്നു. തിരിച്ച് വീട്ടിൽ വന്ന് അത് കഴിഞ്ഞപ്പോൾ കഞ്ഞി കുടിച്ചു. അത് കഴിഞ്ഞിട്ട് BP ഷുഗറിൻ്റെ ഗുളിക കഴിച്ചു. ചെന്ന് സമാധിയായിട്ടിരിക്കാൻ ഈ 1 വർഷം കൊണ്ട് മൂത്രവും മലവും എടുത്ത് മക്കളും ഭാര്യയും എടുക്കുന്നതാണ്. 2 ആഴ്ചയ്ക്ക് മുമ്പ് മൂത്തമ്മായി മൂത്രം ഒഴിച്ചതിൻ്റെ തുണി മാറിയപ്പോൾ തിരിച്ച് ടക്കനെ ചീത്ത വിളിച്ച ഇപ്പം അമ്മ തുണി മാറ്റിയല്ലേ ഓടെ മൂത്രം ഒഴിച്ചെന്ന്. തൊട്ടടുത്ത വിശമ്പൻ്റെ ഭാര്യ മക്കളും കേട്ടു. അത് എൻ്റെ കൂടി വന്ന് പറഞ്ഞു. ഞാൻ തൊട്ട് ഒരു 300 മീറ്ററിന് അടുത്താണ് ഞാൻ താമസിക്കുന്നത്. എനിക്കൊരു സ്വന്തം ചേട്ടൻ പോലെയാണ്. ആ മക്കൾ നോക്കാത്തായിരുന്ന ഈ അച്ഛനെ ഇങ്ങനെ കഴിഞ്ഞ് സമാധി ഇരുന്നതാണ്. മൂത്തമ്മൻ വേറെ മൊഴി കൊടുക്കുന്നു. അച്ഛൻ വീട്ടിൽ സമാധിയായിട്ട് ചമ്മണം കൂട്ടിയിരുന്നു, കൈ പൊക്കി വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ സരോനി ചേച്ചി പറയുന്നു, ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നെഞ്ച് ഇടിക്കുന്നു, തേളയിടിക്കുന്നു. ഇത് ആര് പറയണം വിശ്വസിക്കാം? ഞങ്ങളിവിടെ ഈ 10-ാം തീയതി നോക്കിയപ്പോൾ രാവിലെ ഞാൻ കടവറക്കാനായിട്ട് റോഡിൽ പോയപ്പോൾ ആറാലുമുട്ടി പോയപ്പോൾ പോസ്റ്ററില്ല. തിരിച്ച് 7 മണിക്ക് തിരിച്ച് കടയിൽ നിന്ന് വീട്ടിൽ വന്ന് നോക്കാനായിട്ട് വന്നപ്പോഴാണ് ഒരു പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്, ഗോവൻ സ്വാമി സമാധിയായി എന്ന്. അത് എങ്ങനെ വിശ്വസിക്കാൻ നോക്കും? ഈ മരിച്ചവൻ തൊട്ടടുത്ത് താമസിക്കുന്ന ഞങ്ങളെ 4-5 വീട്ടുകാർ അറിയിച്ചോ? എങ്കിൽ ഞങ്ങൾ അങ്ങേക്ക് ഈ കല്ലറ പേട്ടിക്ക് സമാധി പഠിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലല്ലോ. തിരിച്ച് വാർഡും പറഞ്ഞ് അറിയിച്ചില്ല. അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് അത് പരിശോധിച്ചാൽ ഇത് ഒന്നും ചെയ്തില്ല. ഈ 2 മക്കളും അമ്മയും മരുമോളും കൂടി ചെന്ന് മരിച്ച് സമാധി ഇരുന്നവന്ന് എഴിച്ച് നടക്കാൻ പോകാൻ ബാത്റൂമിൽ പോകാത്ത ഒരു മനുഷ്യൻ എങ്ങനെ ഈ തൊട്ടടുത്ത് ഒരു 10 മീറ്ററിന് അപ്പുറത്ത് നിന്ന് അമ്പലത്തിൽ നിന്ന് കരിക്ക് ജപിച്ച് കുടിച്ചെന്ന് ഈ രാജസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു മോൻ പറയണത് വിശ്വസിക്കാൻ നോക്കോ? കഞ്ഞി കുടിച്ചെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ നോക്കുമോ? പറ്റൂല. BP സമാധി ഇരിക്കാൻ പോണ ഒരാൾ BP ഷുഗറിൻ്റെ ഗുളിക വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് ചെന്നിരിക്കാൻ പറ്റുമോ? പറ്റൂല. ഇതെല്ലാം പറഞ്ഞ പച്ചക്കള. ഞങ്ങൾ വേറെ പറഞ്ഞിട്ടുള്ളത് കാണാനല്ല. ഇങ്ങനെ മിസ്സിങ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ വന്ന് പരാതി കൊടുത്തപ്പോഴും പോലീസുകാർ വന്ന് ചാനലുകാർ വന്ന് ഫസ്റ്റിലെ അതിന് മൊഴി ഞാൻ കൊടുക്കുന്നു. ഇത് സംഭവം നമുക്ക് സംശയമുണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് കൊടുത്ത് മൊഴി കൊടുത്തത് ഞാനാണ്. ഈ സ്റ്റേഷനിൽ വിളിച്ച് പറയാൻ വാർഡ് മെമ്പറെ വിളിച്ച് നാട്ടുകാരെ വിളിച്ച് അറിയിച്ചതിലും ഞാനും വിശംബരനും മുന്നിട്ട് നിന്നാണ് ഇത് ചെയ്തത്. ഈ മിസ്സിങ്ങിന് ആളെ കാണാനെന്ന് പറഞ്ഞ് കൊടുത്തത് ഞങ്ങളാണ്. ഇതെന്നിട്ട് എന്തെങ്കിലും ഒരു അയൽവക്കക്കാരനാണ്, ഒരു 300 മീറ്റർ വ്യത്യാസമല്ലേ ഞാനുള്ളത്. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വേറെ എത്ര വീടുകളടുത്തുണ്ട്. അല്ലെങ്കിൽ ഈ തൊട്ടടുത്തിരിക്കുന്ന പുള്ളിക്കാരനൊന്നും അറിയിച്ചിട്ടില്ല, വിശംബരം അറിയിച്ചിട്ടില്ല. ഇത് ആരും അറിയിക്കാതെ ഇവർ സ്വന്തമായിട്ട് സമാധിരുന്നെന്ന് പറഞ്ഞ് ഞാൻ ഒരു ഹിന്ദു വിശ്വാസിയാണ്. ഞാൻ എൻ്റെ 15-ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്.
എനിക്ക് ഇതിൽ ചെയ്യണതിൽ ഞാൻ തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ട് സമാധി ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ സമാധി എന്ന് പറഞ്ഞത് ചെന്നിരുന്ന ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത ഒരു ആൾത്തറ ഉണ്ടാക്കി. മുമ്പ് ആൾത്തറ ഇരുന്ന ക്ഷേത്രം, പഴയ ക്ഷേത്രം, ഇപ്പരിക്കൽ ക്ഷേത്രമല്ല, പഴയ ക്ഷേത്രത്തിന് വേണ്ടി ആൾത്തറ വെച്ച സ്ഥലമാണത്. ഗോവൻസ് ചേട്ടൻ വെച്ചതാണ്. രണ്ടാമതാണ് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ അവിടെ മരുത്തുമല എന്ന് പറഞ്ഞിടത്ത് ആശ്രമം കെട്ടിയത്. ആശ്രമം കെട്ടി അവിടെ ചെന്ന് ഇരുന്നിട്ട് ഇവരെല്ലാം ഇരുന്നിട്ട് അവിടെ നിന്ന് ഒരു പൊന്നുസ്വാമി എന്ന് പറഞ്ഞ ആളിന് വിറ്റു. അവിടെ നിന്ന് കിട്ടിയ പൈസയും നാട്ടുകാരുടെ പൈസയും കൂടി വാങ്ങിച്ചു വരികയാണ് ഈ ക്ഷേത്രം പണിത്. ചെയ്തെല്ലാം പൂർത്തിയായില്ല. എന്നിട്ട് ഇനി ചുറ്റും ഒരുപാട് പണിയാനാണ് കിടക്കുന്നത്. അതിനിടയ്ക്ക് 2016 പ്രതിഷ്ഠ വെച്ചു. അപ്പോഴും ഗോവൻ ചേട്ടന് നല്ല ആംബിയറും കഴിവും ഉണ്ടായിരുന്നു. ഒരു 1.5 വർഷം വരെ നാട്ടുകാർ വെച്ച് നടത്തി എല്ലാം ചെയ്തു. ആ ക്ഷേത്രത്തിൽ വരാൻ ഒരു വഴി പോലും ഇല്ലായിരുന്നു. ഒരു ബാബു പോലീസ് എന്ന് പറഞ്ഞ ഒരാളെ സ്ഥലം വിട്ടു. തൊട്ടടുത്ത് വഴിമുക്കി എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിൻ്റെ സ്ഥലം വിട്ടുകൊടുത്തു, റോഡിന് കോവിലേക്ക് പോട്ടെന്ന് പറഞ്ഞ്. തൊട്ടടുത്ത് ബാലേന്ദ്രൻ, ഈ ബാബു പോലീസുകാരൻ്റെ സ്വന്തം അളിയൻ, ഭാര്യയുടെ സഹോദരൻ, 1 സെൻറ്റ് സ്ഥലം നാഗരിക്ക് വേണ്ടി അത് വിട്ടുകൊടുത്ത്. മുനിസിപ്പാലിറ്റി ചെയർമാൻ SS ജയകുമാർ അടുത്ത കണ്ടം അത് വയലിൽ അവർ റോഡ് കോവിലേക്ക് പോകാൻ വിട്ടുകൊടുത്ത്. എല്ലാം ചെയ്ത് കോവിലെല്ലാം അവർക്ക് റെഡിയായി, റോഡ് വീതിയായി എല്ലാം വന്നപ്പോൾ പിന്നെ നാട്ടുകാർ വേണ്ട അവർക്ക് സ്വന്തമായിട്ട്. ആ ക്ഷേത്രം തൊട്ടടുത്ത് 1 കിലോമീറ്റർ അടുത്ത് 4 ക്ഷേത്രം, ശിവക്ഷേത്രം. അതിൽ ഇതെന്ന് പറഞ്ഞാൽ കാവുകള ക്ഷേത്രം, ശിവക്ഷേത്രം. തൊട്ടടുത്ത് ചെറിയകുണത്ത്, അതിൻ്റെ റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറുസൈഡ് തുടിക്കുറോണം ശിവക്ഷേത്രം. അത് കഴിഞ്ഞാൽ കൈതൊട്ട ശിവകോലും. ഇവിടെ വയ്ക്കുന്നത് ഈ ക്ഷേത്രത്തിൽ ഈ 2016 പ്രതിഷ്ഠ കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞ ശേഷം പിന്നെ ആരെയും അംഗീകരിക്കില്ല. രാത്രി 12:30 മണിക്ക് ശേഷം 1 മണിക്കാണ് പാട്ടിടുന്നതും അവിടെ പൂജ നടത്തുന്നത്. ഈ ഗോവൻസ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരു ആംബിയറായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഈ രീതിയിൽ ക്ഷേത്രം വലിയ രീതിയിൽ. ഇന്നലെ വരെ അത് സമാധി ആയിരുന്നു. ഇന്ന് അത് മഹാസമാധി ആയി മാറി. എല്ലാവരും ആഘോഷിച്ചു. എന്തിനത് മറച്ചു? സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇനിയും 3 പ്രധാനപ്പെട്ട റിസൾട്ടുകൾ കിട്ടാനുണ്ട്. ഇതിൻ്റെ പിന്നിൽ ദുരൂഹതകൾ ഏറെയുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സത്യം പുറത്തു വരട്ടെ.